കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, വണ്ടൂർ. വണ്ടൂർ നിയോജക മണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭാഷാനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ചെറുകോട് TKM ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് M. റഹ്മത്തുള്ള MLA ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് MT അലി നൌഷാദ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷിബു മീരാൻ മുഖ്യപ്രഭാഷണം നടത്തി. വെളിച്ചം വീണ വഴികളിലാണ് നമ്മൾ നടന്നു നീങ്ങുന്നത് എന്ന ബോധ്യം നമുക്കുണ്ട് എന്നതാണ്. ഇവിടെ ഇപ്പോ അനീസ് പറഞ്ഞു 3 മുദ്രാവാക്യങ്ങളാണ് നമ്മൾ ഉയർത്തിയത്: അക്കോമഡേഷൻ, ക്വാളിഫിക്കേഷൻ, ഡിക്ലറേഷൻ. ഞാൻ ഇതിന്റെ 3ന്റെയും അർത്ഥമോ ഇതിന്റെ സാങ്കേതികത്വമോ അല്ല നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്. അന്ന് നിയമം പാസാക്കുന്നതിലൂടെ കേരളത്തിലെ സ്കൂളുകളിൽ അറബി ഭാഷയുടെ അധ്യയനം തടയാൻ ശ്രമിക്കുന്നതിലൂടെ അന്നത്തെ നയനാർ ഗവൺമെന്റ് ലക്ഷ്യം വെച്ചത് എന്തായിരുന്നു എന്നതാണ്. ആ ലക്ഷ്യമാണ് മുസ്ലിം യൂത്ത് ലീഗ് എന്ന സമര സംഘടനയുടെ പിന്നിട്ട 4 പതിറ്റാണ്ട് കാലത്തെ നാളത്തെ പ്രഭാതം മുതൽ ലോകം അവസാനിക്കുന്നത് വരെയുള്ള പ്രവർത്തനങ്ങളുടെ അജണ്ട തീരുമാനിക്കുക. അവിടെയാണ് മജീദുർ റഹ്മാനും കുഞ്ഞിപ്പയും നമുക്ക് ഒരിക്കലും മറച്ചു പിടിക്കാൻ കഴിയാത്ത പ്രചോദനത്തിന്റെ അലകടലായി മാറുക. എന്തിനാണ് അവര് ആ ഭാഷയെ വെറുത്തത്? ആ ഭാഷ സ്കൂളുകളിൽ അഭ്യസിക്കപ്പെടുന്ന സാഹചര്യമില്ലാതാക്കണം എന്ന അന്നത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് ആഗ്രഹിച്ചത് എന്തിനാണ്? ആ ഭാഷയുമായി അവർക്കുള്ള പ്രശ്നം എന്തായിരുന്നു? അതാണ് ചോദ്യം. അവരാഗ്രഹിച്ചത് ഇത് നിയന്ത്രിക്കപ്പെടണം. നന്നേ ചെറുപ്പത്തിൽ ഇവരുടെ വേദഭാഷയുമായി ഇവർക്കുണ്ടാകുന്ന ഒരു പൊക്കിൽ കൊടി ബന്ധമുണ്ട്. ആ പൊക്കിൽ കൊടി ബന്ധം ഇവരുടെ സ്വത്വത്തിലേക്ക്, ഇവരുടെ വിശ്വാസത്തിലേക്ക്, ഇവരുടെ ആദർശത്തിലേക്ക്, ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ മതത്തിലേക്ക് ഇവരെ ചേർത്ത് വെക്കുന്നു. ആ പൊക്കിൽ കൊടി മുറിച്ചെറിഞ്ഞിട്ടല്ലാതെ, ആ മതത്തിന്റെയും വിശ്വാസത്തിന്റെയും സ്വത്വബോധത്തിന്റെയും പരിസരത്ത് നിന്ന് ഈ ചെറുപ്പക്കാരെ പറിച്ചെടുത്തിട്ടല്ല, തങ്ങളുടെ ആശയത്തിന്റെ പരിസരത്ത് ഇവരെ കൊണ്ടുവരിക എളുപ്പമല്ല. ഞാനത് ലളിതമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം. കുറച്ചു നാളുകൾക്ക് മുൻപാണ് ഈ സമ്മേളനത്തിന്റെ പിന്തിരയിൽ ഞാൻ എന്റെ സഹോദരിമാരെ പോലും കാണുന്നുണ്ട്. ഇതേ മലപ്പുറത്ത് വെച്ച് യുക്തിവാദികളുടെ ഒരു സമ്മേളനത്തിൽ CPM-ന്റെ ഒരു നേതാവ് പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചത്? അത് പറഞ്ഞത് മലപ്പുറത്തെ മുസ്ലിം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, അവരുടെ തലയിലേക്ക് വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം കയറിയാലോ അവരെ തട്ടം ഉപേക്ഷിക്കും, അവരുടെ സ്വത്വത്തിന്റെ ആവിഷ്കാരങ്ങൾ ഉപേക്ഷിക്കും, മുസ്ലിം എന്ന ഐഡന്റിറ്റി ഉപേക്ഷിക്കും, അവരെ നമുക്ക് ലഭിക്കും. ഇതാണ് യുക്തിവാദികളുടെ സമ്മേളനത്തിൽ CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് 2-3 വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ ഒരു പ്രസംഗം. അവരെ ബലപ്രയോഗത്തിലൂടെ തട്ടമഴിച്ചു മാറ്റരുത്, അവരെ ഭീഷണിപ്പെടുത്തരുത്. നിങ്ങൾ തട്ടമഴിച്ചു മാറ്റുക എന്ന് ഭീഷണിപ്പെടുത്തുന്ന നിലയുണ്ടായാലോ? മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ്, ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് കളത്തിൽ കുഞ്ഞാപ്പു ഹാജി, മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് P. ഖാലിദ് മാസ്റ്റർ, PM മജീദ്, NM നസീം, നിഷാജ് എടപ്പറ്റ, ഡോക്ടർ ഫൈസൽ ബാബു, ജനറൽ സെക്രട്ടറി അനീസ് മാസ്റ്റർ കൂരാട്, മുഹമ്മദ് അലി പന്തലിങ്ങൽ, മുഹമ്മദ് കോയത്തങ്ങൾ, CT ചെറി, ഇക്ബാൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. ഹയ ഗോൾഡ് പർച്ചേസ് സ്കീമിൽ അംഗമാകൂ. ഒരു സുരക്ഷിത നിക്ഷേപത്തിന് തുടക്കം കുറിക്കൂ. ഈ പദ്ധതിയിൽ അംഗമാകാൻ 8078599000 എന്ന നമ്പറിൽ ഉടൻ മിസ് കോൾ ചെയ്യൂ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, ബൈപ്പാസ് റോഡ്, വണ്ടൂർ.